നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് ബൂത്തുകളിൽ വോട്ടർമാരുടെ വൻ തിരക്ക്. വോട്ടിംഗ് മെഷീനിലെ സാങ്കേതിക തകരാറിനെ തുടർന്ന് 3 ബൂത്തുകളിൽ വോട്ടിംഗ് അരമണിക്കൂറോളം തടസ്സപ്പെട്ടു. ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിലെ 31 ബൂത്തിലും പാമ്പാടി സ്കൂളിലെ 116 ബൂത്തിലും ദേശമംഗലം തലശ്ശേരി ALP സ്കൂളിലെ 17 നമ്പർ ബൂത്തിലുമാണ് വോട്ടിംഗ് തടസ്സപ്പെട്ടത്. ആറ്റൂർ മനപ്പിടിയിൽ LDFന്റെയും UDFന്റെയും പോസ്റ്ററുകളും തോരണങ്ങളും നീക്കിയതിൽ പ്രതിഷേധം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷാപാതപരമായി ഇടപെട്ടുവെന്ന് ആക്ഷേപം. പാർട്ടിയെയും സർക്കാരിനെയും വിമർശിച്ച് EP ജയരാജന്റെ ആത്മകഥയിലാണ് സർക്കാരിനും പാർട്ടിക്കുമെതിരെ രൂക്ഷ വിമർശനം. പ്രസാധനം നീട്ടി DC ബുക്സ്. EP ജയരാജന്റെ പുസ്തകം പ്രസാധനം നീട്ടിവെച്ചതായി DC ബുക്സ് വക്താക്കൾ അറിയിച്ചു. പുസ്തക നിർമ്മിതിക്കായുള്ള സാങ്കേതിക പ്രശ്നത്തെ തുടർന്നാണ് പ്രസാധനം നീട്ടിയത്. ഉള്ളടക്കം പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ വ്യക്തമാകുമെന്നും DC ബുക്സ് ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. കൊടകര കുഴൽപ്പണ കേസ് അന്വേഷണത്തിന് പുതിയ സംഘത്തെ നിയോഗിച്ചു. എറണാകുളം DCP K സുദർശന്റെ നേതൃത്വത്തിലുള്ള 8-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുക. PV അൻവർ MLAക്കെതിരെ കേസെടുക്കാൻ കോടതിയുടെ അനുമതി തേടി പോലീസ്. പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന പരാതിയിലാണ് നടപടി. ചേലക്കരയിൽ ജനം മാറ്റം ആഗ്രഹിക്കുന്നതായി NDA സ്ഥാനാർത്ഥി K ബാലകൃഷ്ണൻ. അടിസ്ഥാന വികസനമില്ലായ്മയാണ് മണ്ഡലത്തിലെ പ്രധാന പ്രശ്നമെന്നും ഭരണവിരുദ്ധ വികാരം BJP അനുകൂലമായി മാറുമെന്നും ബാലകൃഷ്ണൻ. ചേലക്കരയിൽ വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് LDF സ്ഥാനാർത്ഥി UR പ്രദീപ്. ആത്മവിശ്വാസം പകരുന്ന പ്രവർത്തനമാണ് LDF നടത്തിയിട്ടുള്ളതെന്നും പ്രദീപ്. ചേലക്കര കോൺഗ്രസിനൊപ്പം ഉണ്ടാകണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നതായി UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ്. മികച്ച ഭൂരിപക്ഷത്തിൽ താൻ വിജയിക്കുമെന്നും രമ്യ ഹരിദാസ്. ചലച്ചിത്ര സംവിധായകൻ ലാൽ ജോസ് മായന്നൂർ VLP സ്കൂളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കാമായിരുന്നുവെന്ന് ലാൽ ജോസ്. തന്നെ സ്നേഹിക്കുന്ന ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമെന്ന് K രാധാകൃഷ്ണൻ MP. LDFനെ പരാജയപ്പെടുത്താൻ കുതന്ത്രങ്ങൾ സൃഷ്ടിക്കുന്നത് പതിവാണെന്നും K രാധാകൃഷ്ണൻ. മണത്തല അയിനപ്പുള്ളിയിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ദേശീയപാത നിർമ്മാണത്തിനായി കൊണ്ടുവന്ന കോൺക്രീറ്റ് സ്ലാബിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. ഡ്രൈവർ വടകര സ്വദേശി അദ്നാൻ, എറണാകുളം സ്വദേശി രാഹുൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനിടെ ട്രെയിൻ തട്ടി യാത്രക്കാരിയുടെ കാലുകൾ അറ്റു. KSRTC കണ്ടക്ടർ കരുനാഗപ്പള്ളി സ്വദേശിനി ഒട്ടത്താവിൽ വീട്ടിൽ ശുഭകുമാരിയുടെ കാലുകളാണ് അറ്റത്. ചാലക്കുടി നഗരസഭാ കാര്യാലയത്തിൽ ഭരണപക്ഷ കൌൺസിലർ നടത്തുന്ന സത്യാഗ്രഹ സമരം തുടരുന്നു. ഭരണപക്ഷ കൌൺസിലർ വത്സൻ ചമ്പക്കരയാണ് സത്യാഗ്രഹ സമരം നടത്തുന്നത്. ഗുരുതര വീഴ്ച വരുത്തിയ പൊതുമരാമത്ത് വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് സമരം. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ശുചിമുറി മാലിന്യ സംസ്കരണ യന്ത്രം മാസങ്ങളായി TKS പുരം മാലിന്യ പ്ലാന്റിൽ തുരുമ്പെടുത്ത് നശിക്കുന്നതായി BJP. കോട്ടപ്പുറം മാർക്കറ്റിൽ നിന്നും സംഭരിക്കുന്ന ജൈവ മാലിന്യം വളമാക്കി മാറ്റുന്ന സംസ്കരണ യൂണിറ്റിലെ ജീവനക്കാർക്ക് വേതനം നൽകാൻ കഴിയാതെ നിരവധി മാസങ്ങളായി മാലിന്യ പ്ലാന്റ് പൂട്ടിക്കിടക്കുകയാണെന്ന് BJP ആരോപിച്ചു. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൂജാകാര്യങ്ങളിലെ മുഖ്യ അധികാരികളിൽ ഒരാളായ മുഞ്ചിറമഠം മുപ്പിൽ സ്വാമിയാർ പരമേശ്വരൻ ബ്രഹ്മാനന്ദ തീർത്ഥർ സമാധിയായി. അസുഖബാധിതനായി ഒരാഴ്ചയോളം RCCയിൽ ചികിത്സയിലായിരുന്നു. ചാലക്കുടി തിരുത്തിപ്പറമ്പ് തിരുത്തൂർ മന അംഗമാണ്. BJP പ്രവർത്തകൻ ആനന്ദന്റെ ബലിദാന ദിനവും അനുസ്മരണവും നടത്തി. നെന്മിനി ആനന്ദ നഗറിൽ നടന്ന പുഷ്പാർച്ചനയിൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് AN രാധാകൃഷ്ണൻ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ കർഷകരുടെയും ആദിവാസികളുടെയും ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കുന്ന കേരള ഗ്രോ ബ്രാൻഡിന്റെ ജില്ലാതല വിപണന ഉദ്ഘാടനം വ്യാഴാഴ്ച ചാലക്കുടിയിൽ നടക്കും. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ ആരംഭിക്കുന്ന കേരള ഗ്രോ ഔട്ട്ലെറ്റ് സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. പ്രവാസി ഫെഡറേഷൻ നാട്ടിക കയ്പമംഗലം മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ സ്നേഹാദരവ് സംഘടിപ്പിച്ചു. ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കൊച്ചിയിൽ നടന്ന സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് ബോക്സിംഗ് മത്സരത്തിൽ വെങ്കല മെഡൽ നേടിയ ഏനാമക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ ദേവോഷ് E ധനേഷിനെയും പരിശീലകൻ PJ ലിയോവിനെയും അനുമോദിച്ചു. സ്കൂൾ അങ്കണത്തിൽ ചേർന്ന അനുമോദന യോഗം മാനേജർ ഫാദർ ജെയ്സൺ തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു.
ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ 318D ക്ലോത്ത് ബാങ്ക് പ്രോജക്ടിന്റെ ഭാഗമായി വസ്ത്രങ്ങൾ ഏറ്റുവാങ്ങി. ചാലക്കുടി ലയൺസ് ക്ലബിൽ നിന്നും സ്വരൂപിച്ച വസ്ത്രങ്ങൾ ക്ലോത്ത് ബാങ്ക് കോർഡിനേറ്റർ പീതാംബരൻ രാരമ്പത്ത് ഏറ്റുവാങ്ങി. മാങ്ങാട്ടുകര AUP സ്കൂളിൽ കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം നിർവഹിച്ചു. ചാവക്കാട് നഗരത്തിൽ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും അനങ്ങാപ്പാറ നയം തുടർന്ന് അധികൃതർ. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ നിരവധി അപകടങ്ങളാണ് നഗരത്തിലുണ്ടായത്. പേരാമംഗലത്ത് വീടിന് സമീപത്തു നിന്നും മലമ്പാമ്പിനെ പിടികൂടി. പേരാമംഗലം എസ്റ്റേറ്റിലെ അറങ്ങാശ്ശേരി ജോഷിയുടെ വീട്ടിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. ശിശുദിനം വേറിട്ട രീതിയിൽ വർണ്ണാഭമാക്കാനൊരുങ്ങി മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാർ. സ്കൂളിന് തൊട്ടടുത്തുള്ള അങ്കണവാടിയിലെ കുരുന്നുകൾക്ക് ചാച്ചാജിയുടെ വസ്ത്രം സ്വന്തമായി തയ്ച്ചു നൽകിയാണ് NSS വിദ്യാർത്ഥികൾ ശിശുദിനം ആഘോഷിക്കുന്നത്. വാസുപുരം ആറേശ്വരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഷഷ്ടി മഹോത്സവം ഈ മാസം 16-ന് ആഘോഷിക്കും. ബഹുനില പന്തലുകളും പെരുവനം കുട്ടന്മാരായി നയിക്കുന്ന 101 കലാകാരന്മാരുടെ മേളവും ഇത്തവണത്തെ പ്രത്യേകതയാണ്. പെങ്ങാമുക്ക് ചെറുവള്ളിക്കടവ് പാലം പുതുക്കി പണിയുന്നതിന് 9,33 ലക്ഷം രൂപയുടെ ഭരണാനുമതിയായി. കുന്നംകുളം നഗരസഭയുടെയും കാട്ടാക്കാമ്പൽ പഞ്ചായത്തിന്റെയും ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമാണ് ചെറുവള്ളിക്കടവ്. പെങ്ങാമുക്ക് ചെറുവള്ളിക്കടവിന് സമീപത്തെ ജലസംഭരണിയും പമ്പ് ഹൌസും നവീകരിച്ചു. പെങ്ങാമുക്ക് ചിറക്കൽ ഭാഗത്തെ ശുദ്ധജല ക്ഷാമത്തിന് ഇതോടെ പരിഹാരമാകും. കരിക്കാട് പട്ടിമുറി ബാലനരസിംഹ മഹാവിഷ്ണു ക്ഷേത്ര ഭരണസമിതി നൽകിവരുന്ന ബാലനരസിംഹ മുദ്ര പുരസ്കാരം യുവ തിമില കലാകാരൻ കലാമണ്ഡലം വിനയന് സമർപ്പിച്ചു. മാധ്യമപ്രവർത്തകൻ MK കൃഷ്ണകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പുനർനിർമ്മിക്കുന്ന പൊന്മാനിക്കുടം മൊഹീദ്ദീൻ ജുമാ മസ്ജിദിന്റെ തറക്കല്ലിടൽ നടത്തി. മഹല്ല് പ്രസിഡന്റ് ആലി മുഹമ്മദ് പൊന്നാത്ത്, ഷംസുദ്ദീൻ മുസ്ലിയാർ കൂർമത്ത് എന്നിവർ കല്ലിടൽ നിർവഹിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് കുടുംബശ്രീ CDSലെ സാമ്പത്തിക ക്രമക്കേട് വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പെരിഞ്ഞനം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. DCC ജനറൽ സെക്രട്ടറി CC ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. പഴഞ്ഞി അരുവായി ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടമംഗല ദേവ പ്രശ്ന പരിഹാര കർമ്മങ്ങൾക്ക് നാളെ തുടക്കമാകും. 5 ദിവസങ്ങളിലായി നടക്കുന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ആലങ്കോട് കക്കാട് വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. തൃശൂർ പെരിങ്ങാവിൽ റോഡിന് നടുവിൽ മുള്ളൻ പന്നി. രാത്രി ബൈക്കിൽ യാത്ര ചെയ്തവരുടെ മുന്നിലാണ് മുള്ളൻ പന്നി അകപ്പെട്ടത്. ഹരിതം പരിപാടിയുടെ ഭാഗമായി നാട്ടിക SN ട്രസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിലെ വിദ്യാർത്ഥികൾ അന്തിക്കാട് വള്ളൂർ പാടത്ത് നെൽകൃഷി ഇറക്കി. ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ ഞാറുനടീലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. രക്തദാന ബോധവൽക്കരണം ലക്ഷ്യമിട്ട് കൊടകര സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രക്തബന്ധു ഹ്രസ്വചിത്രം പ്രദർശിപ്പിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. മുണ്ടത്തിക്കോട് പുതുരുത്തിയിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഭാര്യയും ഭർത്താവും മരിച്ചു. ശ്വാസകോശ രോഗത്തെ തുടർന്ന് മരിച്ച പുലിക്കുന്ന് വീട്ടിൽ 85 വയസ്സുള്ള പത്മനാഭന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ ഭാര്യ രുക്മിണി കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. ഇരുള നൃത്തത്തിൽ ചുവട് പിഴയ്ക്കാതെ 1ാം സ്ഥാനത്തെത്തി വാളൂർ നായർ സമാജം ഹൈസ്കൂൾ. അട്ടപ്പാടിയിൽ നിന്നും 2 കലാകാരന്മാരെ വാളൂരിലെത്തിച്ച് കുട്ടികൾക്ക് പരിശീലനം നൽകുകയായിരുന്നു. തൃശൂർ അഡാപ്റ്റ് സൊസൈറ്റിയുടെ വെങ്ങിനശ്ശേരിയിലെ കേന്ദ്രത്തിൽ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി അമ്മമാർക്ക് കമ്പ്യൂട്ടർ പരിശീലനം നൽകി. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ KR പ്രദീപൻ ഉദ്ഘാടനം ചെയ്തു. കൈപ്പറമ്പ് ഏഴാങ്കല്ല് സെന്ററിൽ കാർ നിയന്ത്രണം വിട്ട് നിരവധി വാഹനങ്ങളിൽ ഇടിച്ച് അപകടം. കോട്ടപ്പടിയിൽ നിന്നും പുറനാട്ടുകരയിലേക്ക് പോകുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. മണത്തല പള്ളിത്താഴം പ്രദേശത്ത് താമസിക്കുന്ന കുടുംബങ്ങളെ വഖഫ് ബോർഡ് കുടിയൊഴിപ്പിക്കുകയാണെന്ന പ്രചരണം തെറ്റാണെന്ന് CPM ചാവക്കാട് ഏരിയ കമ്മിറ്റി. ഈ പ്രദേശത്തെ ഒരു വീട്ടുകാർക്കും നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്ന് CPM. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കാഞ്ഞാണി യൂണിറ്റ് സമ്മേളനം സമാപിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദു ഷാജി ഉദ്ഘാടനം ചെയ്തു. വാടാനപ്പള്ളി പഞ്ചായത്തിലെ കുട്ടമുഖം സബ്സ്റ്റേഷൻ ശോച്യാവസ്ഥയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വാടാനപ്പള്ളി മണ്ഡലം കമ്മിറ്റി ധർണ നടത്തി.
മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.